ഹലോ ഫാമിലി. നമ്മൾ സീറ്റിംഗ് ഒന്ന് കറക്റ്റ് ആക്കട്ടെ. ഓക്കെ. നമ്മളിപ്പോൾ തമ്മിലിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ പലർക്കും അറിയാൻ പറ്റോട്ടെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനായിട്ട് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരണ്ടേ എന്ന് വിചാരിച്ചാൽ ഞാനൊരു ടെക് ചാനൽ നടത്തുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ തുടക്കക്കാരി എന്ന രീതിയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നത് നല്ലതാണല്ലോ. അയ്യോ, ഇവിടെ മാതി ഉണ്ടോ, മൊത്തം കറുത്ത പാടായി ഗുരു വന്നിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനിപ്പോൾ 2 വർഷമായി ആവുന്നു. മെയ് വരുമ്പോൾ 2 വർഷമായി. അപ്പോൾ യൂട്യൂബ് അന്നത്തതും ഇന്നത്തതും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ നമുക്ക് കാണുമ്പോഴേ എനിക്കാണെങ്കിൽ ഇങ്ങനെ തികട്ടി വരും. ചില കാര്യങ്ങളൊക്കെ കമൻസ് വഴി അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയുന്നവർ അല്ലെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് വോയിസ് ചെയ്യാൻ പറ്റുമല്ലോ ചിലവരുടെ. അപ്പോൾ അവർക്ക് വോയിസിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടതാണെങ്കിൽ വോയിസിലൂടെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞു കൊടുക്കും. എന്നാൽ പോലും ചിലവർ ഇപ്പോഴും കാണിക്കണ കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. അപ്പോൾ ഇത് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് അത് ഇല്ലാണ്ടാവണ്ടല്ലോ. അപ്പോൾ ആമുഖം ഒന്നും പറയുന്നില്ല. പറഞ്ഞു വരുന്നത്, ഒട്ടും അറിവില്ലാത്തവർ കണ്ടാൽ മതി കേട്ടോ. അതായത് ഈ കോൺഫിഡൻസ് ഉണ്ടാവില്ല ചില സംശയങ്ങൾ ചോദിക്കാൻ, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാനിത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കൂടി ബോധമില്ലേ എന്നൊക്കെ ആൾക്കാർ വിചാരിക്കില്ലേ. പിന്നെ ചില ഇംഗ്ലീഷ് വേർഡൊക്കെ കാണിക്കുമ്പോൾ ദൈവമേ ഇതെന്തെന്നാണെന്നാവോ, ഇത് മോണിറ്റൈസേഷനോ അതെന്തെന്നാണെന്നാവോ എന്നൊക്കെ അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന എന്നെപ്പോലെയുള്ള മണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഞാനിതായിരുന്നു 2 വർഷം. ഞാനിപ്പോൾ വലിയ സംഭവമായെന്നല്ല, ഇനിയും പഠിക്കാനുണ്ട്. എന്നാൽ പോലും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. എല്ലാവരുടെയും ധാരണ യൂട്യൂബ് സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രം, അതെനിക്ക് ഭാവിയിലേക്ക് ഒരു വരുമാന മാർഗമാവണം, എനിക്ക് വീട്ടിലിരുന്നാലും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണ് പറഞ്ഞു വരുന്നത്. നമുക്കറിയാലോ, മോണിറ്റൈസേഷൻ ആവുക, അതായത് യൂട്യൂബർ ആകാൻ 4000 വാച്ചിങ് അവേഴ്സ്, 1000 സബ് 1 വർഷത്തിനുള്ളിൽ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും അതങ്ങ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇപ്പം തന്നെ ആവും. പക്ഷേ യൂട്യൂബിന് ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പലരും ശ്രദ്ധിക്കണില്ല. ഭയങ്കര ഉടായ്പിലൂടെ വാച്ചിങ് അവേഴ്സ് എത്തിക്കാൻ നോക്കുന്നത് തെറ്റാണ്. നിങ്ങൾ അത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. പറഞ്ഞു വരുന്നത് ഓരോന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഷോർട്സ് ഇടുന്നു, അതായത് ഈ റീമിക്സ് ചെയ്യുമല്ലോ, ഇതിനെന്താണ് പറയുന്നത്, നമ്മൾ വേറെ ഡയലോഗ്സിന് ഇങ്ങനെ അഭിനയിച്ചൊക്കെ ഡബ് മാഷ് പോലെയൊക്കെ ചെയ്യില്ലേ, വേർഡ് തന്നെയാണ് അതിന് പറയണതെന്ന് അറിയില്ല, കാര്യം മനസ്സിലായല്ലോ. അപ്പം അത് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ വേറൊരാളുടെ ഡയലോഗ് ലിപ്പ് അനക്കിയിട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ ഡ്രസ്സിൽ തന്നെ ഒരു 4-5 ഷോർട്സ് അങ്ങ് ഇടുവാണ്. അപ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ, ആ പേജ് നോക്കുമ്പോൾ ഒരു 5 എണ്ണം ഒരുപോലെ. അവരൊന്നും ക്ലിക്ക് ചെയ്ത് ഇത് വേറെ വേറെ ഡയലോഗാണെന്ന് നോക്കത്തില്ല. അപ്പം എന്ത് വരും, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു അതായത് ആവർത്തിച്ചുള്ള എന്തോ സംഭവം കിടക്കുന്നതായിട്ട് പറയും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മോണിറ്റൈസേഷന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അപ്ലൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിൽക്കുമ്പോഴാണ് മോണിറ്റൈസേഷനിലേക്ക് പോകുന്നത്. നിൽക്കുമ്പോൾ റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു കാരണം എല്ലാവർക്കും വരാറില്ല, ഭാഗ്യത്തിന് കയറിപ്പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും 99% വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം. 2, ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണ് ലൈവ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ലൈവ് കൃത്യസമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് കിട്ടും. പക്ഷെ അതിൽ ചില ഉടായ്പകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്ക് അറിവുള്ളവരും ഉണ്ട്. അപ്പോൾ ലൈവ് അങ്ങ് രാത്രി ഓൺ ചെയ്ത് വെക്കും, മ്യൂട്ട് ചെയ്ത് വെക്കും, ഏതെങ്കിലും ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങും. ചിലവരെയൊക്കെ വെളുപ്പിന് വരെ കാണാം. അതിൽ ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് പോകണ്ടാവും, ഇതെന്താ ഇങ്ങനത്തെ ലൈവ് എന്ന് ചോദിച്ചു. ചിലവർ തെറി പറഞ്ഞിട്ട് പോകണ്ടാവും. ഇതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല, നമുക്ക് വാച്ചിങ് അവേഴ്സ് എത്തിക്കുക, അങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് പോകും. നടപടി ആവത്തില്ല മക്കളെ, ആവത്തില്ല. നിങ്ങൾ മോണിറ്റൈസേഷൻ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആവും, നിങ്ങൾക്ക് ചിലപ്പോൾ വാച്ചിങ് അവേഴ്സ് ഒക്കെ കയറി പോകും. പക്ഷേ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന കടമ്പയിലേക്ക് റിജക്ഷൻ വരും, ഉറപ്പായിട്ടും വരും. അത് 100% എന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ ചെയ്ത ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ടെൻഷൻ അടിച്ച് മരിക്കണ്ട. അപ്പുറത്തെ സൈഡ് യൂട്യൂബ് നോക്കാൻ പോകുന്നത് ഇവർ ഷോർട്സിൽ അല്ലെങ്കിൽ വീഡിയോസിൽ എവിടെയെങ്കിലും സ്വന്തം വോയിസോ
സ്വന്തം മുഖമോ കാണിച്ചുകൊണ്ട് ഒരു 90% വീഡിയോസോ ഷോർട്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് കയറിപ്പോവാം. അപ്പോഴും പറയുന്നത് നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ്, അതായത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നിങ്ങൾ ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലിന്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് ലൈവ് വെച്ച് ഓൺ ചെയ്തിട്ട് പോകും. ചിലപ്പോൾ അതിന്റെ ആൻസറൊക്കെ കമന്റ് ആയിട്ട് വരും, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അതായത് ഒരു 10 മിനിറ്റിന് കൂടുതൽ ഒന്നും മിണ്ടുന്നില്ല, കമന്റ്സ് വായിക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെയും ലൈവ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ചേച്ചി എനിക്ക് ഫേസ് കാണിച്ച് എനിക്ക് ഒരു രീതിയിലും പറ്റത്തില്ല, എൻ്റെ വീട്ടുകാർ പറ്റില്ല, വായല നാക്കുണ്ടല്ലോ ബ്ലാന്നുള്ള ശബ്ദം, അതിട്ടാൽ മതി. അപ്പോൾ പറയും ചേച്ചി കമന്റ് വായിക്കാനാണോ? ഓക്കെ, ഞാൻ കമന്റ് വായിക്കാം. 5 കമന്റ് വന്നു, 5 കമന്റ് തീർന്നു, പിന്നെ ഞാൻ എന്ത് പറയും? അപ്പൊ എന്താ പറയണ്ടേ? നമ്മൾ ആലോചിച്ച് വെക്കണം. നമ്മൾ കടന്നു വന്ന ഓരോ മനുഷ്യനും ഓരോ കഥകളുണ്ട്. പണ്ട് ഞാനിങ്ങനെ സ്കൂളിൽ പോണ വഴിക്കുണ്ടല്ലോ മാങ്ങയൊക്കെ എറിഞ്ഞിട്ട് ഞാനവിടെ മുട്ടുകുത്തി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, പാവാട പൊങ്ങിപ്പോയിട്ട് അടുത്ത വീട്ടിലെ ചേട്ടൻ കണ്ട്. അങ്ങനെയുള്ള കഥകൾ തുരതുരാ സംസാരിച്ചുകൊണ്ടിരിക്കുക. സേഫാണ്, രക്ഷപ്പെട്ടു. അല്ലാതെ ചുമ്മാ അങ്ങ് ലൈവ് ഓൺ ചെയ്ത് ഒന്നും പറയാതെ വാച്ചിങ് അവേഴ്സ് നേടി, എന്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി, ഞാൻ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 100% റിജക്ഷൻ ആവും. മനസ്സിലായോ? സെയിം ടൈം ഈ സ്ക്രീൻ കാസ്റ്റ് മാത്രം ചെയ്യുന്ന ലൈവുകാർക്ക് സേഫ് സോണാണ് എപ്പുറത്ത് അപ്പുറത്ത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോർട്സിൽ നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് മാത്രം ഇടുന്നവരാണ്, ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് ഇട്ടിട്ട് നിങ്ങളുടെ ഒരു എഫേർട്ടും ഇല്ല, കൈ മാത്രമുണ്ട്, ചട്ടി മാത്രമുണ്ട്, അതും പ്രശ്നം തന്നെയാണ്. ഒന്നുകിൽ ഓൺ വോയിസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു കുറച്ച് ഭാഗമെങ്കിലും കാണണം. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി സിമ്പിളാക്കി പറഞ്ഞു തരാം. നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ ചുമ്മാ ഒരു കുക്കിംഗ് വീഡിയോ ചേച്ചി ഞാൻ തന്നെ കുക്ക് ചെയ്തതല്ലേ, വേറൊരാളുടെ വീഡിയോ അല്ലല്ലോ, പക്ഷെ അതിൽ നമ്മളുടെ എഫേർട്ട് ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് നോക്കും. മറ്റേ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ എന്താ, ലൈവില് മുഖമില്ല, ഏതോ ഒരു പേപ്പറോ ഏതോ ഒരു കടങ്കഥയും വെച്ചിട്ട് ആ വഴി പോയി, കമന്റ്സ് വായിക്കുന്നില്ല, ഒന്നുമില്ല, മ്യൂട്ടാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ എന്താ, ഷോർട്സിൽ എന്താ, ഒന്നുമില്ല, ചട്ടിയും കലവും മാത്രം ഉണ്ട്, BGM ഇട്ടിട്ട് അത് പോയി. ലോങ് വീഡിയോ ഞാൻ ട്രാവൽ ചെയ്ത സ്ഥലമാണ്, പക്ഷെ മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാ, ഉറപ്പാണ് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? റിജക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്തതൊക്കെ ഡിലേറ്റ് ചെയ്യേണ്ടി വരും, അതിനൊക്കെ നല്ല വ്യൂ കിട്ടിയതൊക്കെ കളയേണ്ടി വരും. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ വിഷയമുണ്ടോ? അപ്പൊ ചേച്ചി ഇതെങ്ങനെയാണ് ഞങ്ങളപ്പോ വീഡിയോ ചെയ്യേണ്ടത്? പറഞ്ഞു തരാം. ലൈവില് മുഖം കാണിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമന്റ്സ് വായിച്ച് റിപ്ലൈ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമന്റ്സ് അധികം വരാത്തവരാണെങ്കിൽ എന്തെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ വോയിസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതേസമയം മുഖം കാണിച്ച് ലൈവ് ചെയ്യുന്നവര് ഇപ്പുറത്ത് ഒരു മ്യൂസിക് ഇട്ട് ഒരു ഷോർട്സ് ഇട്ടാൽ പോലും വലിയ ഇഷ്യൂ വരത്തില്ല. ഓൾറെഡി നമ്മളെ എഫേർട്ട് ഒരു ഭാഗത്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ല, മുഖം കാണിക്കാതെ ലൈവ് ചെയ്തവരാണെങ്കിൽ ഇപ്പുറത്തെ ഷോർട്സിൽ നിങ്ങൾ മറ്റേ റിമിക്സും കോമഡി ഇതൊക്കെ സംസാരിക്കുന്ന ഡയലോഗ്, അതായത് ഡപ്മാഷൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരേ ഡ്രസ്സ് ഇട്ട് ചെയ്യാതിരിക്കുക. നോക്കുമ്പോൾ ഒരേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് തമ്മിലേ കാണത്തുള്ളൂ, അല്ല യൂട്യൂബ് ക്ലിക്ക് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രസ്സെങ്കിലും അറ്റ്ലീസ്റ്റ് മാറ്റണം. പിന്നെ ചില ഷോർട്സിലെങ്കിലും നമ്മളെ വോയിസ് കൊടുക്കാൻ നോക്കുക. ലോങ് വീഡിയോ പോകുമ്പോൾ ചുമ്മാ അങ്ങ് മ്യൂസിക് ഇട്ടിട്ട് കൊടുക്കാതെ നമ്മളെ വോയിസോ നമ്മളെയോ കുറച്ച് കാണിക്കാൻ ശ്രമിക്കുക. അതായത് ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും മോണിറ്റൈസേഷനിൽ വരുന്ന പ്രശ്നമാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നവരും നല്ലോണം എടുക്കുന്നവർക്കും ഇത് അനുകരിക്കാം. ഇല്ലാത്തവർക്ക് അങ്ങനെയല്ലേ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ കിട്ടിയല്ലോ, കിട്ടുന്നവരുണ്ട്. പക്ഷെ 99.99% ഇത് കാരണം ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റിജക്ഷൻ വന്നവരുണ്ട്. 1% ഏതോ ഭാഗ്യത്തിന് യൂട്യൂബിന്റെ കണ്ണിപ്പെടാതെ അങ്ങോട്ട് പോയവരുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് കഷ്ടപ്പെട്ടിട്ട് അവസാന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഹാഷ്ടാഗുകൾ ഇടുമ്പോൾ ഈ ട്രേഡിങ്, ക്യാഷ്, ബെറ്റ്, റെന്റ് ഇങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാതിരിക്കുക. അതിപ്പോൾ ട്രേഡിങ്ങിന്റെ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാതിരിക്കുക. ആ സാധനങ്ങളൊക്കെ നമ്മൾ റിജക്ഷനിൽ പോകും. വല്ലതും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം. പിന്നെ ദയവായിട്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നേറാം, ഞാനിപ്പോൾ സബ് ചെയ്താൽ നിങ്ങളെ ഞാൻ തിരിച്ചപ്പം തന്നെ സബ് ചെയ്യും.
ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാ ചാനലിലും നടന്ന് ഇടുമ്പോഴേക്കും ആ ചേച്ചി ഞാൻ സബ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചേച്ചി സബ് ചെയ്യണേ, സ്പാം ആയി പോവും. സ്പാം ആയി പോകുമ്പോ അടുത്ത ക്വസ്റ്റ്യൻ, അതിന് ചേച്ചി ഞാനിപ്പോ സബ് ചെയ്തിട്ട് നാളെയാണല്ലോ ഞാൻ സബ് ചെയ്യുന്നേ. ഇങ്ങനെയുള്ള കമന്റ്സുകള് നമ്മളുടെ ചാനലിലെ വ്യൂ കുറയാൻ കാരണമാകും. സ്പാം ആവൂലായിരിക്കും, സബ് കയറും. ഞാൻ ചോദിക്കുന്നത് 1000 സബ് നമുക്ക് മോണിറ്റൈസേഷന് വേണം, അത് നിർബന്ധം തന്നെ. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലേ ബട്ടൺ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് നമുക്ക് മാമുണ്ണാൻ പറ്റത്തില്ല. 1,00,000 സബ് നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും ആക്കാം. പക്ഷെ അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് യൂട്യൂബർ ആകുക എന്നുള്ളത് ഭൂരിഭാഗം വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗമാണ്. അപ്പൊ വ്യൂ ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഫസ്റ്റത്തെ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ വ്യൂ ആണ്, കാഴ്ചക്കാരുണ്ടാവുക എന്നുള്ളതാണ്. അല്ലെ സബ്ബാക്കി ഒരു പ്ലേ ബട്ടൺ കിട്ടുന്നതൊക്കെ സന്തോഷം തന്നെയാണ്. ആ 1,00,000 സബ്ബാകുമ്പോൾ പ്ലേ ബട്ടൺ കിട്ടും, ശരിയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈക്കോ കമന്റ്സോ ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് വ്യൂ കിട്ടുക എന്നുള്ളതാണ്. വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ലൈക്കും കമന്റും നമ്മൾ ചോദിക്കാതെ തന്നെ കിട്ടും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അപ്പൊ ചേച്ചി എങ്ങനെ നമുക്ക് ഇങ്ങനെ സബ്, അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കണം ബുദ്ധിപരമായിട്ട്. ഇപ്പൊ എനിക്കൊരു കമന്റ് വരികയാണെങ്കിൽ, സാറാമ്മേ ഞാൻ സ്ഥിരം വീഡിയോ കാണുന്നുണ്ട് കേട്ടോ, എന്നെയും കണ്ട ഒന്ന് കേട്ടോ, മനസ്സിലായല്ലോ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കുറെ വീഡിയോ കൊണ്ടിടരുത്. ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കമന്റ് ആണെങ്കിൽ അടുത്ത ആൾക്ക് വേറൊരു കമന്റ് ഇടണം. അല്ലാതെ ഈ സപ്പോർട്ട്, സബ്, കൂട്ടാക്കണേ, ഒന്നിച്ച് മുന്നേറാം, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ അങ്ങനെ പോവാം. പക്ഷെ നമ്മളെ വ്യൂ ഇങ്ങനെ താഴേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ടെക് അറിയാലോ, നമ്മളെ ഗുരുവേ ജിജോ ബ്രോനോടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത്. പിന്നെ മോണിറ്റൈസേഷൻ വർക്ക് ഞാൻ തൊട്ടിട്ടില്ല. കാരണം നമ്മളെങ്ങാനും ഒരു അബദ്ധത്തിന് എവിടേക്കോ ചെയ്ത് പണിത് ആ സാധനം പോയി കഴിഞ്ഞാൽ അത്രയും നാൾ കഷ്ടപ്പെട്ടത് പോകും. ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ കുറച്ച് പൈസ അതിനായാലും ഞാൻ ജിജോനെ കൊണ്ട് തന്നെയാണ് അതിന്റെ വർക്ക് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ മോണിറ്റൈസേഷൻ വർക്കൊക്കെ ജിജോന് വേണമെങ്കിൽ, അവനുള്ളൊരു പ്രൊമോഷനൊന്നല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു വന്ന വഴികളിൽ അത്രയും കൊടുവാളോ ഒരു മനസ്സാക്ഷിയുള്ള ഒരാളെയൊക്കെ വേണമല്ലോ നമ്മുടെ ചാനലിൽ. അവൻ്റെ സ്വന്തം ചാനലായിട്ട് കാണുന്നവർ വേണം. സേഫ് ആയിരിക്കണം, പാസ്വേഡ് കൊടുക്കേണ്ടതും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട്. ഞാൻ ജിജോന്റെ നമ്പർ ഇട്ടേക്കാം. മോണിറ്റൈസേഷൻ വർക്കുകളോ അതിനപ്പുറത്തേക്കുള്ള വലിയ പ്രശ്നങ്ങളായിട്ട് അക്കൗണ്ട് പോയവരോ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവനെടുത്ത് തരും. അപ്പം ഞാൻ ആ നമ്പർ ഇട്ടേക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. എവിടെയോ തിണ്ടി തിരിഞ്ഞു പോയി വന്നപ്പോഴാണ് ഇത് ആലോചിച്ചത്. എനിക്ക് ടെൻഷൻ ആവണം, നാട്ടുകാരെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ടെൻഷൻ ആവുന്ന ഒരു ഉരുകുന്ന ഹൃദയമാണ് എൻ്റേത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.